കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 8 1 മുതലുള്ള തിരുവചന ഭാഗം. അക്കാലത്ത് യേശു ഒലിവ് മലയിലേക്ക് പോയി. അതിരാവിലെ അവൻ വീണ്ടും ദേവാലയത്തിലേക്ക് വന്നു. ജനങ്ങളെല്ലാം അവൻ്റെ അടുക്കലെത്തി. അവൻ ഇരുന്ന് അവരെ പഠിപ്പിച്ചു. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ നിയമജ്ഞരും ഫരിസേയരും കൂടി അവൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് നടുവിൽ നിർത്തി. അവർ അവനോട് പറഞ്ഞു, ഗുരു, ഈ സ്ത്രീ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവളാണ്. ഇങ്ങനെയുള്ളവരെ കല്ലെറിയണമെന്നാണ് മോശ നിയമത്തിൽ കൽപ്പിച്ചിരിക്കുന്നത്. നീ എന്താണ് പറയുന്നത്? ഇത് അവനിൽ കുറ്റം ആരോപിക്കാൻ വേണ്ടി അവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചതാണ്. യേശു ആകട്ടെ കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. അവർ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരുന്നതിനാൽ അവൻ നിവർന്ന് അവരോട് പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ. അവൻ വീണ്ടും കുനിഞ്ഞ് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. എന്നാൽ ഇത് കേട്ടപ്പോൾ മുതിർന്നവർ തുടങ്ങി ഓരോരുത്തരായി സ്ഥലം വിട്ടു. ഒടുവിൽ യേശുവും നടുവിൽ നിന്നിരുന്ന ആ സ്ത്രീയും മാത്രം ശേഷിച്ചു. യേശു നിവർന്ന് അവളോട് ചോദിച്ചു, സ്ത്രീയെ, അവർ എവിടെ? ആരും നിന്നെ വിധിച്ചില്ലേ? അവൾ പറഞ്ഞു, ഇല്ല കർത്താവേ. യേശു പറഞ്ഞു, ഞാനും നിന്നെ വിധിക്കുന്നില്ല. പൊയ്ക്കൊള്ളുക, ഇനിമേൽ പാപം ചെയ്യരുത്. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ജെറൂസലേമിലെ വിശുദ്ധ സിറിൽ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്നും പഠനങ്ങളിൽ നിന്നും നമുക്ക് ഏറ്റെടുത്ത് അനുദിനം ജീവിക്കാവുന്ന ചില കാര്യങ്ങൾ. അദ്ദേഹത്തിന് ഇത്രയും ആധികാരികമായിട്ട് പഠിപ്പിക്കാൻ സാധിച്ചതിൻ്റെ ഒരു രഹസ്യം, ജൂലിയാൻ ചക്രവർത്തി, അദ്ദേഹം വിശ്വാസമോ ഇല്ല എന്ന് മാത്രമല്ല, വിശ്വാസികൾക്കെതിരെ നിലകൊണ്ട ഒരു വ്യക്തിയാണ്. അപ്പം അതുകൊണ്ട് കർത്താവിൻ്റെ പ്രവചനത്തിന് വിരുദ്ധമായിട്ട് ജെറൂസലേമിൽ ആലയം പണിയണം എന്ന് അതിന് മുന്നോട്ട് വന്ന വ്യക്തിയാണ്. അങ്ങനെ ഒരു ഉദ്യമവുമായിട്ട് വന്നപ്പോൾ അവിടെ സംഭവിച്ചൊരു കാര്യം, ആ ഗ്രൗണ്ടിൽ നിന്നും അഗ്നി ഉയരുന്നത് ഈ വിശുദ്ധ സിറിൽ കണ്ടതാണ്. പറയുന്നുണ്ട്, ദൈവം എപ്രകാരമാണ്, ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിക്കും എതിരായി പോയാൽ എപ്രകാരം ദൈവം പ്രവർത്തിക്കും എന്നുള്ളത് നേരെ കണ്ട ഒരു വ്യക്തിയാണ് വിശുദ്ധ സിറിൽ. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, നിങ്ങൾ എവിടെയെങ്കിലും ഈ അപരിചിതമായൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ വേണേ പള്ളി പോകാനായിട്ട് ആഗ്രഹിച്ചു, നിങ്ങൾ പള്ളി എവിടെയാണ് എന്ന് ചോദിച്ചാൽ പോരാ. പള്ളി എവിടെയാണെന്ന് ചോദിക്കുന്നതിനേക്കാൾ കത്തോലിക്ക പള്ളി എവിടെയാണെന്ന് ചോദിക്കണം. എൻ്റെ കാരണം പറഞ്ഞത്, കത്തോലിക്ക പള്ളിയിലാണ് മാതാവിൻ്റെ സാന്നിധ്യമുള്ളത്, കത്തോലിക്ക പള്ളിയിലാണ് സഭാ സമ്പത്തുള്ളത്. ഈ രണ്ട് കാര്യങ്ങൾ ചേരുന്നതാണ് ശരിക്കും ഒരു പള്ളിയെ പള്ളിയാക്കുന്നത്. അപ്പം അതുകൊണ്ട് എവിടെയെങ്കിലും പോയി, ഏതെങ്കിലും കെട്ടിടത്തിൽ പോയി അവിടെ നടക്കുന്ന ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്താൽ പോരാ, കത്തോലിക്ക പള്ളി കണ്ടെത്തി അവിടെ പോയി നിങ്ങൾ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണം എന്ന് നിർദ്ദേശിച്ച ഒരു വ്യക്തിയാണ് വിശുദ്ധ സിറിൽ. അതുപോലെ തന്നെ നമ്മൾ കാണുന്നുണ്ട്, അദ്ദേഹം കുർബാന സ്വീകരണം അന്നത്തെ കാലത്ത് കയ്യിലാണ് കുർബാന സ്വീകരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അദ്ദേഹം സൂചിപ്പിച്ച ഒരു കാര്യം, കുർബാന സ്വീകരിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെ സ്വീകരിക്കണം എന്ന് നിർദ്ദേശിച്ചു. ചുമ്മാ രണ്ട് കൈയും ഇങ്ങനെ അകത്തിപ്പിടിച്ചോ, അതല്ലെങ്കിൽ വിരലുകൾ അകത്തിപ്പിടിച്ചോ, അങ്ങനെയല്ല നിങ്ങൾ കുർബാന സ്വീകരിക്കേണ്ടത്. ഇടത് കൈ വലതേ കൈയുടെ മുകളിൽ വെച്ചിട്ട് ആ കൈ കുഴിച്ച് ഒരു സിംഹാസനം പോലെ ആക്കുക. ഒരു രാജാവിനെ സ്വീകരിക്കാൻ നിൽക്കും പോലെ നിങ്ങൾ നിൽക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ കണ്ണുകളിൽ ഭക്ത്യാദരമുണ്ടായിരിക്കണം കുർബാന സ്വീകരിക്കുമ്പോൾ. അങ്ങനെ സ്വീകരിച്ചിട്ട് യേശുവിനെ നിങ്ങൾ സ്നേഹിക്കുക, യേശുവിനെ നിങ്ങൾ ആരാധിക്കുക. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ യേശു ഒരു സങ്കേതമായി മാറും എന്നുള്ളത് ഈ വിശുദ്ധൻ നമ്മെ പഠിപ്പിച്ച ഒരു കാര്യമാണ്. ഇന്നത്തെ ആദ്യ വായന ദാനിയേലിൻ്റെ പുസ്തകം 13-ാം അധ്യായം, അതിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ കേട്ടത്. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇവിടെ നമ്മൾ കാണുന്ന ഒരു വശത്ത്
സൂസന്ന. അവള് നിഷ്കളങ്കയായി ജീവിച്ച ഒരു വ്യക്തിയാണ്. നിഷ്കളങ്കയായി ദൈവത്തിൽ ആശ്രയം വെച്ച് ജീവിച്ച ഒരു വ്യക്തി. സുവിശേഷഭാഗത്ത് നമ്മൾ കണ്ടു, വ്യഭിചാരത്തിന് പിടിക്കപ്പെട്ട ഒരു സ്ത്രീ. പക്ഷെ അവള് അനുദപിച്ച ഒരു പാപിനിയാണ്. അനുദപിച്ച പാപിനി. ഈ രണ്ടു പേർക്കും ദൈവം തുണയായി മാറുന്നതാണ് നമ്മൾ കണ്ടത്. അനുദപിച്ച പാപിക്ക് ദൈവം തുണയായി. ഒരു കൂട്ടം ആൾക്കാരവിടെ ഉണ്ടായിരുന്നു. അവരെ ഇവിടെ കുറ്റം വിധിക്കാനായിട്ട് അവരവസരം നോക്കിയിരുന്നു. മാത്രമല്ല, അവളെ വെച്ച് കർത്താവിനെ ഒന്ന് കൊടുക്കാമെന്ന് ബുദ്ധിപൂർവ്വം ചിന്തിച്ചവർ. അവരുടെ ആലോചന, അവരുടെ ചിന്ത, ഇതൊക്കെ കർത്താവിന് മനസ്സിലായി. ഇനി നമ്മൾ കാണുകയാണ്, അവള് പശ്ചാത്തപിച്ച ഒരു പാപിനിയായിരുന്നു. അല്ലെങ്കിൽ കർത്താവ് ഈ ഔദാര്യം കൊടുക്കില്ല. പ്രഭാഷകന്റെ പുസ്തകം 8:5 പറഞ്ഞിരിക്കുന്നൊരു കാര്യമുണ്ട്, പശ്ചാത്തപിക്കുന്ന പാപിയെ പരിഹസിക്കരുത്. പറയുണ്ട്, ഒരാൾ അനുദപിച്ച് ജീവിതത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ അതിനുശേഷം നമുക്ക് അവരെ പരിഹസിക്കാൻ നമുക്ക് അവകാശമില്ല. ചിലരെ കാണാൻ സാധിക്കും, പാപത്തിൽ ജീവിക്കുന്നവരാണെങ്കിലും മറ്റുള്ളവർ പണ്ടങ്ങാണ്ട് ചെയ്ത പാപങ്ങൾ, അതേക്കുറിച്ചെല്ലാം ഇപ്പോഴും വിളിച്ചു പറഞ്ഞ് നടക്കുന്നത് കാണാൻ പറ്റും. പശ്ചാത്തപിക്കുന്ന പാപിയെ പരിഹസിക്കരുത് എന്ന് ദൈവത്തിൻ്റെ വചനം നമുക്ക് നിർദ്ദേശം തന്നിരിക്കുന്ന ഒരു കാര്യമാണ്. ഈ വ്യഭിചാരത്തിന് പിടിക്കപ്പെട്ടവളെ കൊണ്ടുവന്നവർ അവർ ചെയ്യുന്നത് എന്താ? പശ്ചാത്തപിച്ച ആ പാപിനിയെ അവർ പരിഹസിച്ചു. അവയ്ക്ക് പശ്ചാത്താപമില്ലായിരുന്നെങ്കിൽ കർത്താവ് പറയില്ലായിരുന്നു, ഞാനും നിന്നെ വിധിക്കുന്നില്ല, നീ പോയിക്കൊള്ളുക. ഇവിടെ പ്രിയപ്പെട്ടവരെ, മറ്റൊരു കാര്യം ഇവിടെ നമുക്ക് പഠിക്കാനുണ്ട്. യേശു പറഞ്ഞില്ല, നിങ്ങളിൽ വ്യഭിചാരം ചെയ്യാത്തവർ അവളെ കല്ലെറിയട്ടെ. അയ്യോ, അങ്ങനെയായിരുന്നെങ്കിൽ ഒരുപാട് വ്യക്തികളോട് ഉണ്ടായേനെ. അവിടെ ആ ഏരിയയിലുണ്ടായിരുന്ന കല്ലെല്ലാം തീർന്നേനെ. പക്ഷെ നമ്മൾ കാണുകയാണ്, ഒറ്റ കല്ല് പോലും ആരും എടുക്കേണ്ടി വന്നില്ല. കാരണം കർത്താവ് പറഞ്ഞത്, നിങ്ങളിൽ പാപമില്ലാത്തവൻ അവളെ കല്ലെറിയട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ ആരും ഉണ്ടാകണമെന്നില്ല. പറയുന്നുണ്ട്, നമ്മുടെ ഭവനത്തിലാണേലും ഭാര്യയുടെ തെറ്റായിരിക്കണമെന്നില്ല ഭർത്താവിൻ്റെ തെറ്റ്, ഭാര്യയുടെ പാപമായിരിക്കണമെന്നില്ല ഭർത്താവിൻ്റെ പാപം, മാതാപിതാക്കളുടെ ബലഹീനതയായിരിക്കണമെന്നില്ല മക്കളുടെ ബലഹീനത. നമുക്ക് നമ്മുടേതായ ബലഹീനതകൾ ഉള്ളിടത്തോളം കാലം, നമ്മുടേതായ പാപം ഉള്ളിടത്തോളം കാലം മറ്റുള്ളവരെ വിധിക്കാൻ നമുക്ക് അവകാശമില്ല. അതുകൊണ്ടാണ് മത്തായി 7-ാം അധ്യായം ആദ്യ വചനത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, വിധിക്കപ്പെടാതിരിക്കാൻ നിങ്ങളും വിധിക്കരുത്. അപ്പം അതുകൊണ്ട് അനുദപിച്ച പാപികളെ കാരുണ്യപൂർവ്വം കാണുവാനും സ്വീകരിക്കുവാനും അവരോട് അനുകമ്പ കാണിക്കുവാനും ഒക്കെ നമ്മൾക്ക് ബാധ്യതയുണ്ട്. കാരണം നമ്മളും തെറ്റ് ചെയ്തിട്ടുള്ളവരാണ് എന്നോർക്കണം എന്നാണ് വചനത്തിൽ നാം കാണുന്നത്. കാണാൻ സാധിക്കും, ഇന്നത്തെ ആദ്യ വായനയുടെ വെളിച്ചത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു നിഷ്കളങ്കയായ സ്ത്രീ. ഇനി അവളെ കുറ്റം വിധിക്കാൻ മുമ്പോട്ട് വന്നത് സമൂഹത്തിൽ നല്ല മാന്യതയുണ്ടായിരുന്ന വ്യക്തികളാണ്. മാന്യരായ 2 ശ്രേഷ്ഠന്മാർ. സമൂഹത്തിൽ ആർക്കും അറിയത്തില്ലായിരുന്നു ഇവരുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു മോഹമുണ്ടെന്ന്, ഈ ജഡികാഭിലാഷത്തിൽ മുഴുകിയിരുന്നവരാണെന്ന്. ഒരുപക്ഷേ നമ്മളൊക്കെ സമൂഹത്തിൽ വളരെ വളരെ മാന്യതയുള്ളവരായിരിക്കാം. യേശു തന്നെ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ചിലർ ആടുകളുടെയാണ് വേഷം, പക്ഷെ ഉള്ളിൽ ചെന്നായ്കളാണ്. അവരെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ സുഭാഷിതങ്ങൾ 16:2 സുഭാഷിതങ്ങൾ 17:3 എടുത്താൽ അവിടെ പറയപ്പെട്ടിരിക്കുന്നൊരു കാര്യമുണ്ട്, കർത്താവ് ഹൃദയം പരിശോധിക്കുന്നവനാണ്. നമുക്ക് നമ്മുടെ ചിന്തകളോ നമ്മുടെ സംസാരമോ ഒന്നും കർത്താവിൽ നിന്നും മറച്ചു വെക്കാൻ പറ്റത്തില്ല. പ്രഭാഷകൻ 42:20 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, ഒരു ചിന്തയും ദൈവത്തിന് അജ്ഞാതമല്ല, ഒരു വാക്കും ദൈവം കേൾക്കാതെ പോകില്ല. പറയുണ്ട്, നമ്മൾ ചിന്തിക്കുന്നത്, നമ്മൾ പറയുന്നത്, നമ്മൾ പ്രവർത്തിക്കുന്നത് സകലതും ദൈവം അറിഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. ഈ ശ്രേഷ്ഠന്മാർ അവർക്കെതിരെ ദാനിയേൽ പറഞ്ഞ ഒരു കാര്യം, നിന്റെ നുണ നിന്റെ തലയ്ക്കടിക്കും. അത് കണ്ടോളാനാണ് പറഞ്ഞത്. അവസാനം അപ്രകാരം തന്നെ സംഭവിക്കുന്നത്, ഈ നിഷ്കളങ്കയായ സ്ത്രീയെ കൊല്ലാൻ ആഗ്രഹിച്ച അവർ തന്നെ വധിക്കപ്പെടുകയാണ് ചെയ്തത്. ഒബാദിയ 1-ാം അധ്യായം 15-ാമത്തെ വചനം എടുത്താൽ അവിടെ പറഞ്ഞിരിക്കുന്നൊരു കാര്യമാണ്, നിന്റെ പ്രവൃത്തി നിന്റെ തന്നെ തലയിൽ വന്ന് വീഴും. പറയുണ്ട്, നല്ല പ്രവൃത്തികൾ ചെയ്ത് മുന്നോട്ട് പോകുന്നവരുടെ മേൽ ദൈവാനുഗ്രഹം ഉണ്ടാകും, അവരുടെ തലമുറ പോലും ആ ദൈവാനുഗ്രഹം പ്രാപിക്കും.
ദുഷ്പ്രവർത്തികളാണ് ചെയ്യുന്നത് എങ്കിൽ അത് നമ്മുടെ തലക്കെട്ടടിക്കും എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, ഈ സന്ദേശം ഏറ്റെടുത്ത് ജീവിക്കുവാൻ വേണ്ട കൃപയ്ക്കും അനുഗ്രഹത്തിനുമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ നമ്മൾ അനുഗ്രഹിക്കപ്പെടുവാനും നമ്മുടെ കുടുംബത്തിലും സമൂഹത്തിലും നമ്മളൊരു അനുഗ്രഹമായി മാറുവാനും വേണ്ട ആ ഒരു കൃപ നമുക്ക് ഈ ബലിയിൽ ദൈവത്തോട് യാചിക്കുകയും ചെയ്യാം.